വഴി മരിക്കാതെ. നമസ്കാരം. ഞാനിന്നുള്ളത് ശ്രീ സിബി ജോർജ് കദളിക്കാട്ടിൽ താമസിക്കുന്നത് ഏനാനല്ലൂര് ആയിരുന്നു. ഈ ചേട്ടന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 ഏറ്റവും നല്ല പൈനാപ്പിൾ കർഷകനുള്ള പൈനാപ്പിൾ ശ്രീ അവാർഡ് നേടിയത് സിബി ജോർജ് കദളിക്കാട്ടിലാണ്. ചേട്ടാ നമസ്കാരം. ഇപ്പൊ ചോർത്തരെ തന്നെ പറയാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യങ് എനർജറ്റിക് അല്ലെ, ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഈ കൃഷിയിലേക്ക് വരാനുണ്ടായ കാരണം? കൃഷി തന്നെയായിരുന്നു. ഞങ്ങൾ 4 പ്രദേശത്താണ്. മൂത്തൊരു ചേട്ടന്മാര് എല്ലാവരും കൃഷിയിലായിരുന്നു. അപ്പനും കൃഷി ഉണ്ടായിരുന്നു, പൈനാപ്പിൾ കൃഷി. ഞാനിപ്പോ 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷത്തിലേക്ക് കയറുവാണ് തനിയെ പൈനാപ്പിൾ കൃഷി തുടങ്ങിയിട്ട്. അതുകൊണ്ട് അന്ന് ചെറുപ്പം മുതലേ കൃഷി വീട്ടില് കൃഷിയുണ്ട്, പുറത്ത് പാടത്തിന് കൃഷി ചെയ്ത് ഭാഗത്തും അങ്ങനത്തെ പാടത്തിന് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ശീലം തുടർന്ന് പോകും. അച്ഛനും അമ്മയിൽ നിന്നും അങ്ങനെ തന്നെ ഈ കൃഷിയിലോട്ട് അവർ നല്ല പ്രോത്സാഹനമുണ്ട്, ചേട്ടന്മാരുടെയും പ്രോത്സാഹനമുണ്ട്. ഇപ്പം എവിടുന്ന കൃഷി ആരംഭിച്ചത്? നമ്മുടെ വാഴക്കം ലൊക്കേഷനിലാണോ? ഞാൻ ഏറ്റവും ആദ്യം കൃഷി ചെയ്യുന്നത് ഈ കാരാമ്പൂർ പറമ്പേരിക്കുള്ള സ്ഥലത്താണ് ലീസിനെടുത്ത് ചെയ്യുന്നത്. 2002 അത് ആദ്യത്തെ തോട്ടം ലീസിന് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് കൂടുതലായിട്ട് വ്യാപിച്ചു വരാനുള്ള കാരണം എന്താണ്? കൃഷി ചെറുപ്പം മുതലേ കൃഷിയോട് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ വരുമാനത്തെക്കാൾ ഉപരി കൃഷി ചെയ്യാനും അതിനെ ആദായം എടുക്കാനുള്ള ഒരു സന്തോഷവും, പിന്നെ ഒരു കൂടുതൽ സഹകരിച്ചു പോകുന്ന കുറെ കൂട്ടുകാരെന്ന് പറയാം, തൊഴിലാളികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കൂട്ടുകാരായിട്ട് യോജിച്ച് കൃഷി ചെയ്യുന്ന സ്റ്റാഫുകളായിരുന്നു കൂടുതലുള്ളത്. അപ്പൊ അവരുടെ ഒരു സഹകരണം ഉള്ളതുകൊണ്ടാണ് കൃഷി ഇത്രയും നാൾ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയതും അവർ സഹകരിച്ചുകൊണ്ടാണ് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റിയത്. എന്റെ കൂടുതലുള്ള എല്ലാ സ്റ്റാഫുകളും ഇപ്പോഴും 25 വർഷമായിട്ട് കണ്ടിന്യൂസ് ജോലി ചെയ്തിരിക്കുന്ന മലയാളീസ് കുറെ പേര് എന്റെ കൂടെ അന്ന് മുതലുണ്ടായിരുന്നു. കുറെ പേര് പ്രായം കൊണ്ട് റിട്ടയർ ആയി. പക്ഷെ അവരുടെ എല്ലാ സഹകരണവും ആത്മാർത്ഥതയും കാരണമാണ് ഞാൻ എത്താൻ കാരണം. പിന്നെ എനിക്ക് കുടുംബത്തിലുള്ള സപ്പോർട്ടും. നമുക്ക് കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് 1 ഏക്കർ സ്ഥലം എടുത്ത് നമ്മള് സ്ഥലം കണ്ടു, നമ്മൾ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പം അവിടെ തൊട്ട് പ്രാഥമികമായിട്ട് ആ ഒരു അതിന്റെ തുടക്കം തൊട്ടൊന്ന് പറയാം. കൃഷി എന്ന് പറയുമ്പോൾ ചെറിയ കൃഷിക്കാരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം ചെറിയ കൃഷിക്കാർക്ക് ഈ മേഖലയിൽ പിടിച്ചിരിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം അവരാ സമയത്ത് ആദായം എടുക്കുന്ന സമയത്ത് വില കുറവാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അങ്ങനെയല്ല, നമ്മൾ ഈ കൃഷി ആരംഭിക്കുന്ന നില ഒരുക്കല്, അങ്ങനെ കൃഷി ഈ കണ്ണാര കൊണ്ടുപോകുക, ആ ഒരു ഇതാണ് നമ്മൾ ആദ്യം നല്ല സ്ഥലം നോക്കി തെരഞ്ഞെടുക്കണം. നമുക്ക് നല്ല സ്ഥലമാണെങ്കിൽ അതിന് കൃഷിക്കാരന് ഒരു പാട്ടം നിശ്ചയിച്ച് പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ഒരു 3.5 വർഷം പാട്ടം നിശ്ചയിച്ചാണ് എടുക്കുന്നത്. പാട്ടത്തിന് എടുത്തതിന് ശേഷം നമ്മൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് സ്ഥലം ഉഴുതതിന് ശേഷം നമ്മുടെ തോട്ടങ്ങളിൽ കാനുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും. കാനി എടുക്കുന്നത് അതിന് എന്താ പറയാ, ഇനമുണ്ടോ? അതായത് ബിസിനസ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ഈ മൗറീഷ്യസ് മാത്രമേ ഉള്ളൂ. MD2 എന്നൊരു വെറൈറ്റി ഉണ്ട്, പക്ഷെ അത് ആരും വ്യവസായാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നില്ല. തിരിച്ചറിയാൻ പറ്റില്ല. നമ്മളുടെ ഇവിടെ ഒരു ഉള്ളതിൽ 99% മൗറീഷ്യസ് ആണ്. അതിന് അത് മുള്ളുകളിൽ മുള്ളുണ്ടാവും, പൈനാപ്പിളിൽ മുള്ളുണ്ടാവും, മറ്റേത് മുള്ളു കുറവായിരുന്നു. അതെ, ആ മുള്ളു കുറഞ്ഞത് MD2 എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മള് നിലനിർത്തി ഒരുക്കിയെടുത്തു. അതിനുശേഷം നമ്മള് ഈ നടിയിൽ എങ്ങനെയാണ് അതിന്റെ നടിയിൽ സ്ഥലം നിർത്തി കളിച്ചതിന് ശേഷം ചില സ്ഥലങ്ങളിൽ റബ്ബറും കൂടി ആ കൂട്ടിൽ പ്ലാന്റ് ചെയ്യും. ചിലര് കൂടുതൽ റംബൂട്ടാൻ പോലുള്ള കൃഷി ചെയ്യാറുണ്ട്. പൈനാപ്പിൾ തനിയും ചെയ്യാറുണ്ട്. പൈനാപ്പിൾ തനിയെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പാട്ടം കൂടുതൽ കൊടുത്ത് നമ്മൾ സ്ഥലം എടുക്കും. 3 വർഷത്തേക്കാണ് കൃഷിക്ക് എടുക്കുന്നത്. നമ്മള് തൂമ്പയ്ക്ക് ഹിറ്റാച്ചി ഇളക്കി കളിച്ചതിന് ശേഷം തൂമ്പയ്ക്ക് ഇളക്കി 1.5 അടി അകലത്തില് പൈനാപ്പിൾ പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ അടിസ്ഥാനങ്ങളായിട്ട് കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് നമ്മൾ മണ്ണിടുകയാണ് ആദ്യത്തെ പരിപാടി. അതിനുശേഷം കള നിയന്ത്രണവും കാര്യങ്ങളും മറ്റു മരുന്നുകളും കാര്യങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകും. കാലാവസ്ഥ ഏറ്റവും നല്ലത്, ഈ കൃഷി തുടങ്ങാൻ ഏറ്റവും നല്ല കാലാവസ്ഥ പൈനാപ്പിളിനെ സംബന്ധിച്ചിടത്തോളം നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ജലസേന സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും വിളവെടുക്കാൻ സാധിക്കും. ജലസേന സൗകര്യം ഉള്ള തോട്ടാണെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും സൗകര്യമായിട്ട് വിളവെടുക്കാം. പക്ഷെ നല്ല വെയിലും വേണം. ഏകദേശം എത്ര ദിവസമാണ് നട്ടിട്ട് എത്ര ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ ഇത്
മരുന്നൊഴിക്കുന്ന ഒരു പൈനാപ്പിൾ നട്ട് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ 7 മുതൽ 9 മാസത്തിനിടയ്ക്ക് അത് ഓരോ സ്ഥലത്തിന്റെ വളക്കൂറുകളനുസരിച്ചും വെക്കുന്ന തൈയുടെ ആരോഗ്യം അനുസരിച്ച് മാറ്റം വരും. 7 മുതൽ 9 മാസത്തിനുള്ളിൽ നമ്മൾ ഹോർമോൺ അപ്ലൈ ചെയ്യും. ഹോർമോൺ അപ്ലൈ ചെയ്ത് 120 ദിവസം കഴിയുമ്പോഴാണ് വിളവെടുക്കുന്നത്. 120 ദിവസം അല്ലേ? 120 ദിവസം ഇപ്പം എങ്ങനെയാണ് ഈ എല്ലാം ഒരുമിച്ച് ഈ വ്യവസായാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് കായാവാൻ വേണ്ടിയിട്ടാണ് ഹോർമോൺ എന്ന് ഉദ്ദേശിക്കുന്നത് എത്തിഫോൺ ആണ്. എത്തിഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ചെടി പുഷ്പിക്കണമെങ്കിൽ നമുക്ക് എത്തി എന്ന് പറഞ്ഞ സാധനം വേണം. അപ്പൊ എത്തിഫോൺ എന്ന് പറഞ്ഞാൽ നേരിയ അളവില് നമ്മൾ 200 ലിറ്ററിലേക്ക് നമുക്ക് വെറും 60 മില്ലി ചേർത്ത് അത് 50 മില്ലി ഒരു ചെടിക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹോർമോൺ അപ്ലൈ ചെയ്ത് 120 ദിവസം കഴിയുമ്പോൾ നമുക്ക് പച്ചയായിട്ട് വിളവെടുക്കാൻ പറ്റും. അത് പല ടൈപ്പിൽ നമ്മൾ പല രീതിയിൽ ഡിമാൻഡിന്റെ അനുസരിച്ച് ചിലപ്പോൾ പഴമായിട്ട് എടുക്കും, അല്ലെങ്കിൽ പച്ചയായിട്ട് എടുക്കും. അങ്ങനെ പഴം പോകുന്നത് ഇവിടെ ലോക്കൽ മാർക്കറ്റുകളിലേക്ക് ഉള്ളൂ. കാരണം തമിഴ്നാട്, കർണാടക, കേരളം ഈ 3 സ്ഥലത്തേക്കാണ് പെട്ടെന്ന് പഴം നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്കും എക്സ്പോർട്ടിങ് അങ്ങനെയുള്ള എല്ലാം പോകുന്നത് പച്ചയാണ്. പച്ചയാണ് വേണ്ടത്. ഇപ്പം ദൂരേക്ക് വരുമ്പോ നമ്മൾ ഈ പഴം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിമാൻഡ് ഏത് സീസണിലാണ് ഇതിന്റെ ഒരു ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നത്? ഡിമാൻഡ് പൈനാപ്പിൾ എല്ലാ സമയത്തും പൊതുവെ ആവശ്യമുള്ള ഐറ്റമാണ്. പക്ഷെ പ്രത്യേകിച്ച് റംസാൻ സീസണാണ് ശരിക്കും പൈനാപ്പിളിന് ഒരു ആവറേജ് വില കിട്ടുന്ന കർഷകർ പ്രതീക്ഷിക്കുന്ന സമയം. അപ്പൊ റംസാനോടനുബന്ധിച്ചുള്ള 30 ദിവസമാണ് ഏറ്റവും കച്ചവടം നടക്കുന്നത്. പക്ഷെ വിലയിൽ വ്യത്യാസം മാർക്കറ്റിൽ മാറ്റം ഉണ്ടാവാം. അപ്പം ഇതെങ്ങനെയാണ് ഈ വിളവെടുക്കുന്ന ആ ഒരു രീതിയും അതിന്റെ ഒരു എന്ന് പറയാമോ? വിളവെടുക്കുന്നത് നമ്മൾ 120 ദിവസം കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞു 120 ദിവസമാണെങ്കിൽ പച്ചയായിട്ട് വിളവെടുക്കും. ഒരു 10 ദിവസമെങ്കിലും മിനിമം വേണം അത് വീണ്ടും പഴുകാൻ വേണ്ടി. 130 ദിവസത്തിലേക്ക് പോകും. നമ്മൾ നമ്മുടെ തന്നെ പണിക്കാരെ കൊണ്ട് തോട്ടത്തില് കത്തി ഉപയോഗിച്ച് വെട്ടി പുറത്തേക്കുള്ള ലോഡുകളെല്ലാം 10 ടണ്ണിന് മുകളിലേക്കുള്ള വണ്ടികളാണ് ലോഡ് പോകുന്നത്. ഈ കേരളം, തമിഴ്നാട്, കർണാടകയിലേക്ക് നമ്മൾ ചെറുവണ്ടികളിലായിട്ട് ലോഡ് കയറ്റും പണം കയറ്റുവാണെങ്കിൽ. പിന്നീട് നമ്മുടെ ഈ അതിനുശേഷം നമ്മൾ റീപ്ലാന്റ് അല്ല, ഫസ്റ്റിലത്തെ ആ ഒരു വിളവെടുത്തതിന് ശേഷം പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റത്തെ വിളവെടുത്തതിന് ശേഷം ഒരു ചെടി നല്ല ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ അതിൽ 4 or 5 തൈകൾ അതിന്റെ ചുവട്ടിലുണ്ടാവും. അപ്പൊ നമ്മൾ ആരോഗ്യമുള്ള സ്ഥലത്തിന്റെ സ്പേസ് അനുസരിച്ച് ഒരു തൈ അല്ലെങ്കിൽ 2 തൈ നിർത്തിയിട്ട് ബാക്കിയുള്ള തൈ നമ്മൾ അടർത്തി മാറ്റി അത് വേറെ തോട്ടത്തേക്ക് നമ്മൾ പ്ലാന്റിങ്ങിൽ കൊണ്ടുപോകും. ബാക്കിയുള്ള 2 ആരോഗ്യമുള്ള തൈ നിർത്തി അതിനെ വീണ്ടും വളം ചെയ്ത് അതിനൊരു മിനിമം 6 മാസത്തിലേക്ക് വീണ്ടും എത്തണം. നമ്മൾ വീണ്ടും ഈ പഴയ പ്രൊസീജിയറിലേക്ക് എത്താൻ ഹോർമോൺ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഫസ്റ്റില് കൃഷി ചെയ്യുവാണെങ്കിൽ പിന്നീട് അതിന്റെ വിളവെടുത്തതിന് ശേഷം നമുക്ക് ഒരു 5-6 തൈയായിട്ട് വന്നിട്ട് വീണ്ടും അത് പല നല്ല ആരോഗ്യമുള്ള തൈ നിർത്തിയിട്ട് ബാക്കിയുള്ള തൈ അടർത്തി മാറ്റി നമ്മൾ വേറെ തോട്ടത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ തോട്ടത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നീട് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈനാപ്പിൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി നമ്മളൊരു സീസൺ കണ്ടിട്ടാണല്ലോ നമ്മളിങ്ങനെ ഈ ഹോർമോൺ കൊടുത്ത് നമ്മളത് ഫലം വിളയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൃഷി ആരംഭിക്കുന്നതോടും തന്നെ നമ്മളൊരു സീസണിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു സീസൺ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഒരു ഏകദേശം നമുക്കൊരു നഷ്ടമാണെന്ന് പറയാം. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്കൊരു നഷ്ടസാധ്യതയാണ് കാണുന്നത്. കൃഷി നല്ല ഉറപ്പുള്ള ഒരു കൃഷിയാണ്. കാരണം നമ്മളൊരു സാധാരണ കൃഷി പോലെ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ഏക്കർ കൃഷിയാണെങ്കിൽ ഇപ്പൊ നിലവിൽ 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയുടെ ഒരു ഏക്കറിന് കൃഷി ചെയ്യാൻ വേണം. നല്ല മുളക്കിലേക്ക് മാറി. അതാ ഞാൻ ആദ്യം പറഞ്ഞ ചെറിയ കൃഷിക്കാര് ചെയ്യുമ്പോൾ നമ്മൾ സീസൺ ഉദ്ദേശിച്ച് മാത്രം കൃഷി ചെയ്യുമ്പോൾ ആ സീസണ് വില കിട്ടിയെങ്കിൽ ആ കർഷകൻ തളർന്നു പോകും. കാരണം ഇത്രയും മുതൽ മുടക്കുകളുണ്ട്. അപ്പൊ ഒരു അത്യാവശ്യം കൂടുതൽ കൃഷിയുള്ള ആൾക്കാണെങ്കിൽ എല്ലാ സമയങ്ങളിലും വിളവെടുപ്പുകളുണ്ട്. അതിനെ ഒന്ന് കവർ ചെയ്ത് പോകും. അപ്പൊ നമ്മള് വില കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് തന്നെ കുറെ സ്ഥലങ്ങളിൽ വില കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അതിന് നമുക്ക് കവർ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ചെറിയ ഇടത്തരം കർഷകർ ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രൈസിസ് അനുഭവിച്ചത് ശരിക്കും നമ്മുടെ കൊറോണ സീസണിലാണ്. കൊറോണ സീസണിൽ ഈ 3, 4, 5 വരെ കൃഷി ഇത് ചെയ്യുന്ന ആളുകൾ നമുക്ക് വെട്ടാൻ പോലും സാധിക്കാതെ എങ്ങനെ കിടന്ന് അപ്പം ആ ഇടയിലെ ശരിക്കും കർഷകര് നഷ്ടമല്ല, അവരുടെ ശരിക്കും നഷ്ടത്തിലേക്ക് പോയി ആ സംഭവം. അപ്പം അത് എങ്ങനെ ഓവർകം ചെയ്യുന്നതിന് എന്തായിരുന്നു ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ലോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും? ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷിക്കാർക്കും തകർച്ചയുണ്ടായി പോകുന്ന സമയത്ത് ഒരു നല്ല കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പൈനാപ്പിൾ നമുക്ക് വില കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ പൈനാപ്പിൾ നല്ലൊരു ആദായം എത്തിച്ച് ആ ആദായം നമുക്ക് വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരിക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധ്യത. ആ ഒരു സാഹചര്യം കൊറോണ സമയത്തുണ്ടായി. അത് നല്ല രീതിയിൽ എല്ലാവരെയും ബാധിച്ചു. കുറച്ചു നാൾ നീണ്ടു നിന്നു.
ഇപ്പോഴാണെങ്കിലും കുറെ 2 വർഷത്തോളം വില നിന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും പ്രതിസന്ധി വീണ്ടും വന്നിരിക്കുന്നത്. കാരണം ഇപ്പൊ യുദ്ധം വന്നതിന് ശേഷം എക്സ്പോർട്ടുകൾ കുറഞ്ഞ് ഹോട്ടലുകൾ അടച്ചാൽ ചെലവില്ലാണ്ടായി. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ നിലവിൽ 1.5 മാസത്തോളമായിട്ട് ഇപ്പൊ നിലവിൽ പോകുന്നത്. അതിൽ കോവിഡ് സമയത്തിനേക്കാൾ കൂടിയ പ്രതിസന്ധിയിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പം ഈ വിളവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിന്റെ പുറത്തിൽ ഭയങ്കര ഇമ്പാക്ട് ആണ് വരുന്നത്. യുദ്ധം പോലും വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബാധിച്ചു. ഇനി അത് ഓവർകം ചെയ്യണമെങ്കിൽ ഈ പൈനാപ്പിൾ മേഖല പോലും അത് ഓവർകം ചെയ്യണമെങ്കിൽ മിനിമം ഇപ്പൊ യുദ്ധം നിന്നാൽ പോലും 6 മാസത്തോടുള്ളൂ. കാരണം എല്ലാവരുടെയും കയ്യില് സാമ്പത്തികമായിട്ട് ഓക്കെ ആവണം, പിന്നെ ഹോട്ടലുകൾ തുറക്കണം, അങ്ങനെ പ്രതിസന്ധികളെല്ലാം മാറണമെങ്കിൽ 6 മാസം മിനിമം എടുക്കും. ഏറ്റവും നല്ല പൈനാപ്പിൾ കർഷകനുള്ള പൈനാപ്പിൾ സി അവാർഡ് കിട്ടി. ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാ ഈ അവാർഡിന് പോകുന്നത്? അതിങ്ങനെ റെഫർ ചെയ്യുന്നതാണോ, എങ്ങനെയാ അവാർഡിന് പോണത്? നിലവില് 2 വർഷം മുഴുവനാണ് പൈനാപ്പിളിന്റെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് നല്ല കൃഷിക്കാരുടെ തോട്ടങ്ങളെല്ലാം നമ്മള് പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷനിൽ അതിന് അപേക്ഷ കൊടുക്കുകയാണ്. അപ്പൊ നിലവിൽ അവർ തന്നെ നമ്മളെല്ലാം നല്ല എല്ലാ കൃഷിക്കാരെയും വിളിച്ച് അപേക്ഷ കൊടുക്കാൻ പറയും. ആ തോട്ടങ്ങളില് 3 പഞ്ചായത്ത് കൃഷി ഓഫീസർമാരും പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിലെ മേഡവും അതുകൂടാതെ ഫാർമേഴ്സ് ആളും പ്രസിഡന്റ് സെക്രട്ടറി, അങ്ങനെ 5 പേര് വിസിറ്റ് ചെയ്താണ് ഈ തോട്ടം തന്നെ നേരിട്ട് വിസിറ്റ് ചെയ്ത് ആ കൃഷി മാത്രമല്ല, കൃഷി നല്ലതാണെന്ന് മാത്രമല്ല കൃഷി രീതികളും കൃഷിയും പഠിച്ചതിന് ശേഷമാണ് അവർ മാർക്കിടുന്നത്. അങ്ങനെ 5 പേര് വ്യത്യസ്തമായ മാർക്കിട്ട് ആ മാർക്കിനെ ആശ്രയിച്ചാണ് നല്ലത് ആരാണെന്ന് തെരഞ്ഞെടുക്കുന്നത് അല്ലേ? അപ്പം ഇവിടെ അത് ഇത്ര ഏക്കർ കൃഷി ചെയ്യണമെന്നോ? ഒന്നുമില്ല. മിനിമം 4 ഏക്കറിൽ കൃഷി വേണമെന്നേ ഉള്ളൂ. പക്ഷെ 2 ഏക്കർ കൃഷി വേണമെന്നൊന്നും നിർബന്ധമില്ല. മിനിമം 4 ഏക്കറിൽ വേണമെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ജോലി സംബന്ധമായിട്ട് കേരളത്തിന്റെ പുറത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കാൻ നമ്മൾ വാഴക്കുളം പൈനാപ്പിൾ. അപ്പം വാഴക്കുളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ പൈനാപ്പിൾ എല്ലാം ചെയ്യും. അപ്പൊ ഈ പഴത്തിന്റെ പേരിൽ നമ്മൾ ഇവിടെയുള്ള അറിയപ്പെടുകയാണ്. അപ്പം നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ, അതായത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ വാഴക്കുളം അതിന്റെ സമീപ പ്രദേശത്ത് ഉണ്ടാവുന്ന ഫലങ്ങൾക്ക് കാണാനും ഒരു ഭംഗിയുണ്ട്, ഒരു ഷേപ്പ് ഉണ്ട്, പിന്നെ അതിനൊരു മറ്റുള്ള ഇവിടെ അപേക്ഷിച്ചൊരു മധുരവും കൂടുതലുണ്ട്. എന്താ ഇതിന്റെ ഈ ലൊക്കാലിറ്റിയിൽ അങ്ങനെ? ഈ ലൊക്കാലിറ്റിയിൽ നമ്മള് അങ്ങനെ ചുരുക്കി പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മള് കൃഷി ചെയ്യുന്നത് വാഴക്കുളമാണെങ്കിലും വാഴക്കുളംകാരാണ് കൃഷി ചെയ്യുന്നതും ബിസിനസ് നടത്തുന്നത്. പക്ഷേ കൃഷികൾ ഇവിടുന്ന് 100 മുതൽ 200 കിലോമീറ്റർ വരെ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം അവിടെയുള്ള പൈനാപ്പിൾ എല്ലാം ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ വാഴക്കുളം നമ്മൾ പറയുന്നേ ഉള്ളൂ. റബ്ബറിന് നല്ല കാലാവസ്ഥ ഉള്ളവർക്കെല്ലാം പൈനാപ്പിൾ നല്ല കാലാവസ്ഥയാണ്. ഇത് ആദ്യം സൂചിപ്പിച്ച പോലെ നല്ല ജലചാര്യവും അതുപോലെ തന്നെ നല്ല ചൂടും ആവശ്യമുള്ള ഇതാണ്. അപ്പം നമുക്ക് ഈ ചൂട് തന്നെ ഈ കാലാവസ്ഥ മാറ്റം വരാതെ ഇങ്ങനെ വെള്ളം ജലലഭ്യത ഉണ്ടാവാതെ വരുമ്പോൾ അപ്പം കർഷകർ എങ്ങനെയാണ്? കർഷകർക്ക് വേറെ അതിജീവിക്കാൻ മാർഗ്ഗമില്ല. കാരണം വെള്ളം ഉണക്കയായിട്ടാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം കൃഷിക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ചെറിയ കൃഷിക്കാർക്ക് അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ അത് വണ്ടി കൊണ്ട് വെള്ളം അടിച്ച് സ്പ്രേ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഉറപ്പ് വെച്ച് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഒത്തിരി കൃഷിക്കാർ തകർന്നു പോകുന്നത്. ആ സംവിധാനം ഉള്ളവര് എല്ലാ കൃഷിയും അവർക്ക് ഞാൻ ടാങ്കിൽ വെള്ളം അടിച്ച് അതിന്റെ മഴ പെയ്തെങ്കിൽ അല്ലെങ്കിൽ വെള്ളസൗകര്യമുള്ള സ്ഥലങ്ങളായിരിക്കും കൂടുതൽ എടുക്കുന്നത്. അപ്പൊ അവരത് ഓർക്കും എന്തെങ്കിലും ചെയ്യും. പക്ഷെ ഇപ്പൊ നല്ല പ്രതിസന്ധിയിലാണ് നിലവിൽ പോകുന്നത്. ഈ വർഷം ഉണക്ക് കൂടി ഓരോ വർഷവും കാലാവസ്ഥയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്ന കാരണം നല്ല പ്രതിസന്ധി ഉണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ ഈ കാലിയിലെ ഇത് തനിക്ക് പറയുന്നത് നമ്മൾ കാലി പറയുന്നത്. ഈ കാലിയുടെ ഈ പൈനാപ്പിൾ ബിസിനസ് പോലെ തന്നെ കാലിക്കയുടെ ഈ തൈക്കും കച്ചവട സാധ്യത അല്ലെങ്കിൽ കച്ചവട സാധ്യതയുണ്ട്. കച്ചവടം ചെയ്യുന്നവരുണ്ട്. കാരണം പുതിയ കൃഷി തുടങ്ങുന്നവര് പിന്നെ കുറച്ച് തോട്ടങ്ങളെ കൂട്ടി കൃഷി ചെയ്യുന്ന വെച്ചാൽ അവർക്ക് തോട്ടത്തിൽ വരാതെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൈ വിലയ്ക്ക് കൊടുക്കാറുണ്ട്. ഈ കൃഷിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്. തൈ നല്ല തൈ നോക്കി വാങ്ങുക എന്നുള്ളത്, നല്ല കൃഷിക്കാരുടെ നല്ല തൈ നോക്കി വാങ്ങുക എന്നുള്ളത് മാത്രമേ. ഒരു തൈക്ക് എന്നാ വില വരുത്തുന്നു? അതും ഈ പൈനാപ്പിളിന്റെ വില പോലെ തന്നെയാണ്. ഒരിക്കലും ഒരു സ്ഥലമായിട്ടുള്ള വിലയില്ല. അതൊന്നും കയറിക്കൊണ്ടിരിക്കും. കാരണം മഴ കൂടുതലുള്ള സമയങ്ങളിൽ പ്ലാന്റിങ് കുറയും. അപ്പൊ വില കുറയും, ഓട്ടോമാറ്റിക് വില കുറയും. പ്ലാന്റിങ് കൂടുന്ന സമയത്ത് കാനിക്കും വില കൂടും. എന്നാൽ വലിയ കൃഷിക്കാർക്ക് എപ്പോഴും അവരുടെ തോട്ടത്തിൽ തൈ എടുത്ത അടുത്ത തോട്ടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാരണം അവർക്ക് അത്ര പ്രതിസന്ധി ഉണ്ടാവാറുണ്ട്. അപ്പം ഈ സീസണിൽ അപ്പൊ നല്ല സീസണിൽ ഒരു കിലോയ്ക്ക് എത്ര വില വരും? നിലവില് വില ഈ 2 വർഷം അത്യാവശ്യം വില നിന്ന സമയമായിരുന്നു. 65 രൂപ വരെ വില വന്നായിരുന്നു. 65 രൂപ വില വന്നു. പക്ഷെ അതൊക്കെ ചുരുങ്ങിയ കൃഷിക്കാർക്ക് ഉള്ളത് കൊണ്ടാണ്. സാധാരണ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ് വില കൂടുന്നത്.
അപ്പൊ ആ സമയത്ത് അതിന്റെ ബെനിഫിറ്റ് ഒരുപാട് ചെറിയ കൃഷിക്കാരിലേക്കൊന്നും എത്തിയിട്ടില്ല. വളരെ അപൂർവം പേർക്ക് മാത്രമാണ് ആ വിലയെ കൊണ്ട് ഒരു ഗുണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തെങ്കിലും പൈനാപ്പിൾ കൃഷി കഴിഞ്ഞ 2 വർഷം നല്ല രീതിയിലായിരുന്നു പോയത്. പൈനാപ്പിൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടില്ലാത്ത വർഷമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 2 മാസത്തോളമായിട്ടാണ് ഇത്തരം പ്രതിസന്ധി വീണ്ടും മോഷ്ടിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ സാധാരണ പണിയെടുക്കുന്നത് ആരാ? ഇപ്പൊ നമ്മുടെ ഗസ്റ്റ് വർക്കേഴ്സ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളാണോ? എങ്ങനെയാണ് കൂടുതൽ ഈ രംഗത്ത് ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങി 26 വർഷത്തോളമായി. ഈ 24 വർഷത്തില് കടന്നപ്പോ അന്ന് മുതല് മലയാളികളായിരുന്നു എല്ലാവരും പണിക്കാരില്ല. പക്ഷെ ഒരു 10-15 വർഷമായിട്ട് മലയാളികളുടെ എണ്ണം കുറഞ്ഞു. ഈ ഫീൽഡിലേക്ക് പുറത്തുനിന്നുള്ള പണിക്കാർ വരാൻ തുടങ്ങി. അവരുടെ കൂലി ഇവിടുത്തെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് അവരില്ലാത്ത ഭായിമാരെ പുറത്തുനിന്ന് വരാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അന്യസംസ്ഥാന സ്റ്റാഫുകളെ ഉപയോഗിച്ച് മാത്രമേ കൃഷിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഇത്ര ഏക്കർ തോട്ടം മാനേജ് ചെയ്യണമെങ്കിലും എനിക്ക് മന്ന പൈനാപ്പിൾ സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തില് പണികൾക്ക് വേണ്ടിയിട്ടും ഏറ്റവും ചുരുങ്ങിയത് 160-170 സ്റ്റാഫ് ഒരു ദിവസം എനിക്ക് വേണം. അപ്പൊ 130ഓളം സ്റ്റാഫ് റെഗുലറായിട്ട് നമ്മുടെ കീഴില് നിലവിൽ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂട്ടിനുണ്ട്. അപ്പം ഇവരുടെ ഇപ്പം ഉദാഹരണത്തിന് പറയുന്നത് ഇപ്പൊ ഈ സീസൺ ആയപ്പോ അവരുടെ നോയമ്പ് സീസൺ ഇലക്ഷൻ ഒക്കെ ആയി കഴിയുമ്പോൾ ഇവരെ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ വരും. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരിക്കും എംപ്ലോയീസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ആ എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാവർക്കും പ്രത്യേകിച്ച് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്രാവശ്യം മുഴുവൻ തൊഴിലാളികളോടും കയറി ചെല്ലുമെന്ന് പറഞ്ഞിരിക്കുന്ന കാരണം ഇവിടെ നല്ല പ്രതിസന്ധി ഉണ്ടായി. പൈസ കൂടുതൽ കൊടുത്ത് വളരെ ചുരുക്കം വരെ ഉള്ളൂ. പിന്നെ തോട്ടങ്ങളില് നല്ല കൃഷിക്കാരുടെ നല്ല സ്ഥാപനം. ഞാൻ പറഞ്ഞു എനിക്ക് ഭായിമാര് പോലും 17 വർഷമായ ഭായിമാരെന്റെ കൂടുതലുണ്ട്. അപ്പൊ അവര് കുറെ പേര് സഹകരിച്ച് കൂടെ നിന്നുകൊണ്ട് എന്റെ ഒന്നും തോട്ടത്തിന് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്ന ചെറിയ കൃഷിക്കാർ, ഇതെല്ലാം ബാധിക്കുന്നത് ചെറിയ കൃഷിക്കാരെയാണ്. പിന്നീട് ഒരു ദിവസം എങ്ങനെയാണ് ഫുൾ ഡേ ആണോ ഇത് തൊഴിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഉച്ച വരെയാണോ, അത് വൈകുന്നേരം വരെയാണോ? എങ്ങനെയാണ് നമ്മുടെ തോട്ടങ്ങളില് പല സൈഡിലും, അതായത് ഈ സൂപ്പർവൈസർമാരുടെയും പണിക്കാരുടെയും സൗകര്യാർത്ഥം പല സ്ഥലത്തും പല ടൈമിംഗാണ്. 6 മണിക്ക് പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും വലിയ തോട്ടങ്ങളിൽ 6 മണിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം വണ്ടിക്ക് പോയി വരുന്ന താമസം വരും. അപ്പൊ ആ തോട്ടത്തിൽ താമസിക്കുന്ന 6 മണിക്ക് ഇറക്കുന്നവര് 2 മണിയാകുമ്പോൾ പണി നിർത്തും. നേരെ മറിച്ച് 8 മണിക്ക് ശേഷം പണിക്ക് ഇറക്കുന്നവർ വൈകുന്നേരം 5 മണി വരെയാണ്. പക്ഷെ ഈ വേഗം കാര്യങ്ങളിൽ പ്രാവശ്യം കൂടുതലുണ്ട്. പല സമയങ്ങളിലും നമ്മൾ ഗ്യാപ്പ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. ഒരു ദിവസം എത്രയാണ് ഇവരുടെ വേജസ്? എങ്ങനെയാണ് വേജസ്? ആളുകളുടെ കഴിവും പ്രാപ്തി അനുസരിച്ചാണ്. ഇപ്പൊ പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ഭായിമാർക്ക് ഇവിടെ 200 to 1000 രൂപ വരെ നമുക്ക് കൂലിയായി വിളവെടുക്കണം. അത് ചുമക്കുന്നതിനും ചുവന്ന ലോഡ് ചെയ്യുന്നതിനെല്ലാം റേറ്റ് കൂടുതലാണ്. തോട്ടങ്ങളിൽ പണിയുന്നതിനും 500 മുതൽ 800 വരെ തോട്ടങ്ങളിലും എല്ലാ ചെലവും കഴിഞ്ഞ് കൂലിയുണ്ട്. അത് ആളുകളുടെ കഴിവിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അത് ഇവരുടെ താമസ സൗകര്യങ്ങളൊക്കെയാണ്. താമസത്തിൽ നമുക്ക് വലിയ തോട്ടങ്ങളിലുള്ള തോട്ടത്തിൽ തന്നെ ബിൽഡിംഗ് കാര്യങ്ങളുണ്ടാവും. അവർ താമസിക്കും. അതല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളില്ല. കാരണം പ്രത്യേകിച്ച് അന്യസംസ്ഥാന സ്റ്റാഫുകളാണ്. അവർക്ക് അവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലാത്ത സ്ഥലങ്ങളിൽ താമസിപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പം മന്ന പൈനാപ്പിൾ ഏജൻസീസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് പോലെ ഇട്ടിട്ട് അല്ലെ? ഇതെന്താണ് ഇന്ന് ഓഫീസിന്റെ ഒരു ഇത് നമ്മൾ ഈ വരുന്ന ഇതിന്റെ മാർക്കറ്റിംഗ് ഇവിടെ നിന്നാണോ പോകുന്നത്, അതിനൊക്കെ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണോ? എങ്ങനെയാണ് ഈ മന്ന പൈനാപ്പിൾ എന്ന് പറഞ്ഞ സ്ഥാപനം ഇവിടെ ഇടാനുണ്ടായ കാരണം? ഞാൻ കൃഷി തുടങ്ങിയിട്ട് ഇത്രയും വർഷമായെങ്കിലും ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞ് 7-ാം വർഷത്തിലേക്ക് കയറിയതേ ഉള്ളൂ. എന്റെ പാർട്ണർ ഗ്രീൻ വിൻസെന്റ് എന്ന ആളുടെ കൂടുതലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് നമുക്ക് ഇത്രയും കൃഷി ഉണ്ടെങ്കിലും ഇത് വിപണനത്തിലുള്ള മാർഗ്ഗം ഇല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന യാതൊരു കാര്യമില്ല. അപ്പൊ വിപണനത്തിലുള്ള മാർഗ്ഗം ഉദ്ദേശിച്ചാണ് നമ്മുടെ കച്ചവടം ചിന്തയിലേക്ക് ചിന്തിച്ചത്. അങ്ങനെ നമുക്ക് മന്ന പൈനാപ്പിൾ സ്ഥാപനം വളർത്തി തുടങ്ങി. എല്ലാ കച്ചവടക്കാരുടെയും കൃഷിക്കാരുടെയും നല്ല സഹകരണവും നല്ല മനോഭാവം കൊണ്ട് നമുക്ക് ആ പ്രസ്ഥാനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഇത്രയും നമുക്ക് ലോഡ് ചെയ്യാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് തോട്ടങ്ങളിൽ കൃഷിയിൽ ആദായം ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പം മന്ന പൈനാപ്പിൾ ഏജൻസീസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇത് ഇവിടെ നടത്തുന്നുണ്ട്. ഇത് 100%, അതായത് നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഇതിന് മുമ്പിൽ നമ്മൾ കാണുന്ന 100% നഷ്ടസാധ്യതയാണ് കാണുന്നത്. കാരണം ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മുടെ എംപ്ലോയീസിന്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇത് വരുന്ന സമയത്ത് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. പിന്നെ ഇതിനായിട്ട് മെയിൻ ആയിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 ദിവസം 4 ദിവസത്തിൽ കൂടുതൽ നമുക്ക് കയ്യിൽ വെച്ച് പിടിക്കാൻ പറ്റില്ല. അല്ല, നിലവിൽ പൈനാപ്പിൾ നമുക്കൊരു 8 ദിവസം 10 ദിവസം നമ്മൾക്ക് കേടുകൂടാതെ സംരക്ഷിക്കാം. പക്ഷെ നമുക്ക് ഇത് വിപണനത്തിൽ നമ്മളിത് കട്ടിട്ട് തന്നെ ലോഡ് ചെയ്ത് കയറ്റി ഫ്രഷ് ആയിട്ട് വിട്ടാൽ മാത്രം മറ്റു ഷോപ്പിൽ എത്തിയാലാണ് ഇത് കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ.
നിലവിലെ പൈനാപ്പിൾ കൃഷി ഞാൻ പറഞ്ഞു കോവിഡ് കഴിഞ്ഞ പ്രതിസന്ധി 2 വർഷം കൊണ്ട് അതിജീവിച്ചു. വലിയ ബുദ്ധിമുട്ടില്ലാതെയാണ് പോകുന്നത്. പക്ഷെ പുതിയൊരാള് വരുമ്പോൾ ആ ആള് അതിനെ നല്ല രീതിയിൽ കൃഷിയിലേക്ക് ചിന്തിച്ച് മനസ്സിലാക്കാതെ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ പരാജയമായിരിക്കും. ഒരിക്കലും കൃഷി ഞാൻ പരാജയം ഞാൻ പറയില്ല. കാരണം ഞാനിന്നിവിടെ എത്തിയതും എല്ലാം പൈനാപ്പിൾ കൃഷിയിലാണ്. ദൈവം അനുഗ്രഹിച്ച് പൈനാപ്പിൾ കൃഷിയിൽ ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായതുണ്ട്. പക്ഷെ കൃഷി നന്നായിട്ട് അറിഞ്ഞു ചെയ്താൽ ഒരിക്കലും ചതിക്കില്ലാത്ത സാധനമാണ് പൈനാപ്പിൾ. കാരണം നല്ല രീതിയിൽ നന്നായി വിളവ് കിട്ടിയാൽ പൈനാപ്പിൾ കൃഷി 100% നമ്മളെ സന്തോഷിപ്പിക്കുകയുള്ളൂ. നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ പൈനാപ്പിൾ കൃഷിക്ക് വേറൊരു സാധ്യത നമ്മള് തമാശ രീതി പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ട് നമുക്ക് അതിന് വിളവ് കിട്ടുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയെന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഞങ്ങൾ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ തോന്നിയെന്ന് ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞല്ലോ. വലിയ ഒരു തോട്ടം 2 തോട്ടം ഉള്ളവർക്ക് ആ കൃത്യം മുഹൂർത്തത്തിൽ വരുമ്പോൾ അതടിക്കുന്നത് ലോട്ടറിയാണ്. ചിലപ്പോൾ കിട്ടിയിട്ട് പോയി. പക്ഷെ വലിയ കൃഷികൾക്ക് എല്ലാ സമയത്തും ഉള്ളത് കൊണ്ട് അതിനൊരു പരിധി വരെ കവർ ചെയ്യും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഞാനിപ്പോ ഇത്രയും വർഷമായി കൃഷി ചെയ്തിട്ട് നമ്മള് ആ കൃഷിയെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടു. നമ്മൾ ലാഭം മാത്രം പ്രതീക്ഷിച്ച് കൃഷി ചെയ്തെങ്കിലും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഞാനിപ്പോ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ തോട്ടങ്ങളിലുള്ള പണി, അല്ലെങ്കിൽ നമ്മൾ തോട്ടത്തിൽ ചെന്നാൽ നമ്മൾ പണിക്കാരെ കൊടുത്ത് നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പായി സന്തോഷത്തോടെ നമ്മൾ പണി നടക്കുന്ന ആളാണ്. അല്ലാതെ ഒരിക്കലും മാറി നിൽക്കുന്ന ആളല്ല. ഇന്നും നമ്മൾ തോട്ടത്തിൽ പോയാൽ ഏത് തോട്ടത്തിൽ ഏത് മൂലയിൽ എന്ത് സംഭവിക്കുന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇന്ന് പറയാൻ പറ്റും. എനിക്കിപ്പോ നിലവിൽ 400 ഏക്കറിലും മോളിൽ കൃഷിയുണ്ട്. 2-3 പാർട്ണർഷിപ്പിലും കാര്യങ്ങളും എല്ലാം ആയിട്ട് എല്ലാവരുടെയും സഹകരണം കൊണ്ട് നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കൃഷിയെ കുറിച്ച് നമ്മൾ നന്നായി പഠിച്ചു. ഇന്നും ഞാൻ 24 വർഷമായിട്ട് ഇപ്പൊ നമ്മൾ പുതിയ അറിവുകൾ കിട്ടിയാൽ നമ്മളത് ശ്രദ്ധിക്കാനും അത് കേൾക്കാനും അത് പരീക്ഷിക്കാനും നമ്മൾ ഇന്നും തയ്യാറാണ്. എനിക്ക് 2008 അതായത് നിലവില് 17 കൊല്ലം മുമ്പ് പൈനാപ്പിൾ തോട്ടത്തിൽ പണത്തോട്ട് കിടന്ന സമയത്ത് എനിക്ക് ലോഡ് ചോദിച്ചപ്പോ ഞാൻ ലോഡുമായിട്ട് വീണു. ഞാൻ ചുവന്ന പൈനാപ്പിൾ കൊണ്ടുപോയി പോയി. അങ്ങനെ 1 വർഷത്തോളം ഞാൻ തളർന്നു കിടന്നതാണ്. അതിനുശേഷം അതിനെ ഓവർകം ചെയ്താണ് ഞാൻ ഈ നിലനിൽത്തത്. അതിനെന്റെ സുഹൃത്തുക്കളുടെയും എന്റെ പാർട്ട്നേഴ്സിന്റെയും എന്റെ ഏറ്റവും വീട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ ചേട്ടൻ പറയുന്നത് ഇത് 100% എല്ലാവരും ഒരു ടീമായിട്ട് പോകുന്നതുകൊണ്ടാണ് ചേട്ടന് ഇവിടെ എത്താൻ പറ്റിയത്. തന്നെയല്ല സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും നല്ല പൈനാപ്പിൾ കർഷകനുള്ള അവാർഡ് നേടാൻ സാധിച്ചത്. ഏതാണെങ്കിലും ചേട്ടാ ഇനിയും കൃഷിയിലൂടെ എന്ന കാരണം സാധാരണ കൃഷിയിലേക്ക് വരാൻ ഇപ്പോഴത്തെ ആളുകൾ തയ്യാറല്ല. എല്ലാവരും വിദേശത്തോടെ പോകുന്ന സമയമാണ്. അത് കൊണ്ട് തന്നെ ഏതാണെങ്കിലും ഇനിയും നല്ല ചെറുതായിട്ട് തന്നെ ഒരു സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. ഇനിയും കൃഷിയിലൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്